ഇത് ചടങ്ങുകളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഗജരാജൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നടയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇതാ തെക്കേ ഗോപുര നടയിലൂടെ അർജുന ഒരു നിമിഷം നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകണം. തെക്കേ ഗോപുര നടയിലേക്ക് ഇതാ കയറുകയാണ് ഗജരാജൻ എറണാകുളം ശിവകുമാർ. ഇത് നമുക്ക് ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, പുറമേ നിന്നാണ് ഇത് കാണേണ്ടത്. തെക്കേ ഗോപുര നടയ്ക്ക് പുറത്തു നിന്നാണ് ആ മനോഹരമായ ദൃശ്യം. ഇതാ നട തള്ളി തുറക്കാൻ പോവുകയാണ് ഗജരാജൻ എറണാകുളം ശിവകുമാർ. തെക്കേ ഗോപുര നട തള്ളി തുറന്നുകൊണ്ട് ഗജരാജൻ എറണാകുളം ശിവകുമാർ ഇതാ പുറത്തെത്തിയിരിക്കുകയാണ്. തെക്കേ ഗോപുര നട തുറന്നു. തൃശൂർ പൂരത്തിന് ഔദ്യോഗികമായി വിളംബരമായിരിക്കുന്നു. പൂരപ്രേമികളെ ഇതിലേ ഇതിലേ എന്ന് തൃശൂർ മാടി വിളിക്കുകയാണ്. തൃശൂർ പൂരം ഇതാ ഔദ്യോഗികമായി തുടങ്ങുകയാണ്. വി എസ് രഞ്ജിത്ത്, എന്തൊരു ചേലാണ്! നെഞ്ചിനകത്തിപ്പോൾ തൃശൂരിലെ മേളം പൂരാവേശവുമാണ്. വിനിത, തീർച്ചയായിട്ടും ആർപ്പ് ഉയരുന്നു, ആവേശം ആകാശത്തോളം ഉയരുന്നു. പൂരത്തിൻ്റെ വിളംബരമായിരിക്കുന്നു. പൂരവിളംബരമായി തെക്കേ ഗോപുര നട തള്ളിത്തുറന്ന് ഗജരാജൻ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലും ഇവിടെ തിടമ്പേറ്റിപ്പോൾ പുറത്തേക്ക് എഴുന്നള്ളിയിരിക്കുന്നു. ഇതാ പൂരമായിരിക്കുന്നു എന്നുള്ള ആവേശത്തോടു കൂടിയുള്ള ആർപ്പാണ് അല്പം മുമ്പ് കണ്ടത്. പഞ്ചാരി കൊട്ടി, ത്രിപുട കൊട്ടി, കുഴൽപ്പയറ്റും കൊമ്പും കഴിഞ്ഞ് ഇതാ തെക്കേ ഗോപുര നട തള്ളിത്തുറന്ന് എറണാകുളം ശിവകുമാർ പുറത്തേക്കെത്തിയിരിക്കുന്നു. ഇനി പൂരമായിരിക്കുന്നു. ഇനിയുള്ള പൂരക്കാഴ്ചകളിലേക്കാണ്. വാദ്യവിസ്മയങ്ങളുടെ, വർണ്ണവിസ്മയങ്ങളുടെ, മേപ്പൊഴുപ്പിൻ്റെ, ആനച്ചന്തത്തിൻ്റെ, ആൾക്കൂട്ടത്തിൻ്റെ പൂര നടക്കുന്നാഥൻ്റെ സന്നിധിയിൽ ഇതാ ഈ നെയ്തലക്കാവിലമ്മയുടെ തിടംപറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തള്ളിത്തുറന്നോടുകൂടി ആ കാഴ്ച കാണാൻ വേണ്ടി നിന്ന പതിനായിരക്കണക്കിന് ആളുകളെ കാഴ്ചയുടെ ആനന്ദത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് ഇതാ മുഴുവൻ ആളുകളും ഇപ്പോൾ തെക്കേ ഗോപുര നടയിലേക്ക് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പൂരക്കാഴ്ചകളിലേക്ക്, പൂരത്തിൻ്റെ ആസ്വാദകരിലേക്ക്, ആവേശത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അനുഭൂതിയായി ഗജരാജൻ ശിവകുമാർ ഇതാ പുറത്തേക്ക് എഴുന്നള്ളുന്നു. ഇപ്പോഴും ആ തെക്കേ ഗോപുര നടയിൽ
കാത്തിരിക്കുന്ന പതിനായിരങ്ങൾ അവിടെ ആർപ്പ് വിളിക്കുന്നു. ആ പൂരത്തിൻ്റെ വിളംബരമായതിൻ്റെ ആനന്ദത്തിൽ അവർ ആവേശത്തിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മുഴുവൻ ആളുകളും ഈ തെക്കേ ഗോപുര നടയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഈ ആൾക്കൂട്ടത്തെ മുഴുവൻ നോക്കി നിൽക്കുന്നുണ്ട്. നെയ്തലക്കാവിലമ്മയ്ക്ക് ഇതാ പൂക്കൾ വിതറിക്കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് ആർപ്പ് വിളിച്ചുകൊണ്ട് ആനന്ദത്തിൻ്റെ ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ട് ആരവങ്ങൾ ഉയർത്തിക്കൊണ്ട് പൂരത്തിൻ്റെ വിളംബരം അത് ആഘോഷിക്കുകയാണ്. പൂരക്കാഴ്ചകളിലേക്ക് മുഴുവൻ ആലോകരെയും ക്ഷണിച്ചുകൊണ്ട് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുര നട തള്ളിത്തുറന്നുകൊണ്ട് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വടക്കുംനാഥൻ്റെ സന്നിധിയിൽ പൂരം പൂത്തുലയുന്ന വടക്കുംനാഥൻ്റെ സന്നിധിയിൽ പൂരത്തിൻ്റെ സാക്ഷിയായ പൂരത്തിന് സാക്ഷി മാത്രമായ ഈ വടക്കുംനാഥൻ്റെ സന്നിധിയിലേക്ക് നെയ്തലക്കാവിലമ്മ എത്തിയിരിക്കുന്നു. ഇനി നാളെ കണിമംഗലം ശാസ്താവ് ഇതേ തെക്കേ ഗോപുര നടയിലൂടെയാണ് പുറത്തേക്ക് എഴുന്നള്ളേണ്ടത്. 10 ക്ഷേത്രങ്ങളുടെ പൂരമാണ്. അതിൽ പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും പൂരമാണ്. മറ്റ് 8 ഘടകപൂരങ്ങളുണ്ട്. ആ ഘടകപൂരങ്ങളിൽ ആദ്യം നാളെ എത്താൻ പോകുന്നത് കണിമംഗലം ശാസ്താവായിരിക്കും. അവസാനം ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെയുള്ള മുഴുവൻ ചടങ്ങുകൾക്കുമായി ഈ തൃശ്ശൂർ നഗരം ഇതാ കാത്തിരിക്കുന്നു. ആർപ്പുവിളിയോടുകൂടി ആരവത്തോടുകൂടി മേളം കൊഴുപ്പോടുകൂടി ഇനിയിപ്പോൾ എലഞ്ഞിത്തറ മേളത്തിൻ്റെ ശബ്ദസൗകുമാര്യമുണ്ട്. മടത്തിൽ വരവിൻ്റെ പഞ്ചവാദ്യത്തിൻ്റെ മേള സൗന്ദര്യമുണ്ട്. വെടിക്കെട്ടിൻ്റെ കാഴ്ച വൈവിധ്യങ്ങളുണ്ട്. ഈ എഴുന്നള്ളത്തിൻ്റെ ആനച്ചന്തമുണ്ട്. നാളെ പാറമേക്കാവിൽ ഭഗവതി 15 ആനയുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളും.